നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളൊരു 5G ഫോൺ വാങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 5G ഫോൺ വാങ്ങണോ, അങ്ങനെ വാങ്ങുകയാണെങ്കിൽ എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിൽ VoNR സപ്പോർട്ട് ഉണ്ടോ എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് 5G ബാൻഡ് കൊടുത്ത് അല്ലെങ്കിൽ 5Gയിലെ സ്പീഡ് കാര്യങ്ങൾ, ഇന്ത്യയിൽ 5G കൊണ്ട് സംഭവിക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതേപോലെ തന്നെ മെയിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു 5G ഫോൺ വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ 5G അലൗഡ് ആവുന്ന സമയത്ത് 5G എല്ലാ ടവറുകളിലും അലൗഡ് ആവുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ആ 5G ഫോണിൽ 5G നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്തെന്നില്ല. അതിൻ്റെ കാരണം എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ഒപ്പം നിങ്ങൾ ഈ ഒരു 5G വരുമ്പോൾ ആ ഒരു ഫ്രീക്വൻസി നിങ്ങളെ C-ബാൻഡ് ടെലിവിഷൻ സാറ്റലൈറ്റുകളെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന 5G ഫ്രീക്വൻസി ലെവലാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. sub-6 GHz 5G ബാൻഡ്, sub-6 GHz 5G ബാൻഡ് എന്നും ഹൈ ബാൻഡായിട്ടും, ഹൈ ബാൻഡ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ വേവ്സ് എന്നാണ് എൻ്റെ മറ്റൊരു പേര്. അപ്പം sub-6 GHz 5G ബാൻഡായിട്ടും ഹൈ ബാൻഡായിട്ടും രണ്ടായിട്ട് നമുക്ക് തന്നിരിക്കും. ഈ sub-6 GHz ബാൻഡിൽ നമുക്ക് ലോ ബാൻഡ് വരുന്നുണ്ട്, മിഡിൽ ബാൻഡ് വരുന്നുണ്ട്, മിഡിൽ ബാൻഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈ ബാൻഡ് വരുന്നുണ്ട്. ഹൈ ബാൻഡിൻ്റെ പേര് മില്ലിമീറ്റർ വേവ് എന്നാണ്. അതായത് ഹൈ ബാൻഡ് നേരത്തെ പറഞ്ഞ ഹൈ ബാൻഡ് ഇതൊന്നും ഈക്വലാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ sub-6നെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. sub-6നെ തന്നെ നമുക്ക് ലോ ബാൻഡും മിഡിൽ ബാൻഡും ആയിട്ട് തിരിക്കാം. അതുപോലെ തന്നെ മൂന്നാമതായി വരുന്നത് ഹൈ ബാൻഡാണ്. ഹൈ ബാൻഡ് നമുക്ക് നേരത്തെ പറഞ്ഞ സെയിം ഹൈ ബാൻഡ് ആണ്, അത് മില്ലിമീറ്റർ വേവ്സ് തന്നെയാണ് ഉദ്ദേശിച്ചത്. മില്ലിമീറ്റർ വേവ്സിലായിരിക്കും ആ ബാൻഡ് വിടുത്തുണ്ടാവുക. അപ്പോൾ കാണാൻ പോലും കഴിയില്ല എന്നല്ല, അത് അത്രയ്ക്കും സൂക്ഷ്മമായ മില്ലിമീറ്റർ വേവ്സ് പറയുമ്പോൾ പോലും നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല, അത്രയ്ക്കും ചെറുതായിരിക്കും ആ ഒരു ഫ്രീക്വൻസി ബാൻഡ് വിടുത്ത് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഇതിൽ ഏത് ബാൻഡായിരിക്കും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് സമർത്ഥിക്കാൻ പോകുന്നത്. അപ്പോൾ ലോ ബാൻഡിൻ്റെയും മിഡിൽ ബാൻഡിൻ്റെയും ഹൈ ബാൻഡിൻ്റെയും പ്രത്യേകതകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് ബാൻഡായിരിക്കും കൂടുതൽ ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉള്ളത് എന്ന് നോക്കാം. ഈ ഒരു 5G സേവനം നമുക്കറിയാം, ഫ്രീക്വൻസി ഇല്ലാതെ ഒരു സേവനം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാൻഡുകളെ പറ്റി പഠിക്കുന്നത്. ബാൻഡുകളിൽ ഏറ്റവും നല്ല ബാൻഡ് ചൂസ് ചെയ്താൽ അതിൽ ഏറ്റവും നല്ല കൃത്യതയോടെയും സ്പീഡിലും കാര്യക്ഷമതയിലും ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നതിലും രൂപത്തിൽ ടവറിൻ്റെ ഒരുപാട് ഏരിയയിലേക്കൊക്കെ 5G സേവനം ലഭിക്കാൻ ഇതിൽ ഏത് ബാൻഡിൽ ഏത് ഫ്രീക്വൻസികൾക്കാണ് കൂടുതൽ ഉത്തമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് 3 ബാൻഡായിട്ട് ഞാനിപ്പോൾ തൽക്കാലം തരത്തിരിക്കുകയാണ്. sub-6നെ അങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് 3 ബാൻഡായിട്ട് ലോ ബാൻഡ്, മിഡിൽ ബാൻഡ്, ഹൈ ബാൻഡ്. ഓക്കെ, ലോ ബാൻഡ്, മിഡിൽ ബാൻഡ്, ഹൈ ബാൻഡ് നമുക്ക് മില്ലിമീറ്റർ വേവ്സ് എന്നാണ് ഞാൻ പറയുന്നത്, മില്ലിമീറ്റർ വേവ്സ് ബാൻഡായിട്ട്. ഓക്കെ, ഈ ലോ ബാൻഡ് അതായത് ഏറ്റവും താഴെക്കടയിലുള്ള ലോ ബാൻഡിൻ്റെ പ്രത്യേകത, അതിൻ്റെ ദോഷങ്ങളാണ് ഇനി പറയുന്നത്. ലോ ബാൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ജിഗാഹെർട്സ് ആണ് ഞാൻ സംസാരിക്കാറില്ല, മെഗാഹെർട്സിനെ പറ്റി ഒരിക്കലും ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ ജിഗാഹെർട്സ് എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യകളായിരിക്കും ഉണ്ടാവുക, മെഗാഹെർട്സ് ആകുമ്പോൾ 1000 800 എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ജിഗാഹെർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വാക്കുകൾ മുഴുവൻ അറിയാതെ മെഗാഹെർട്സ് എന്ന് പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ലോ ബാൻഡിലിൻ്റെ ഒരു പ്രത്യേകതയാണ്, ലോ ബാൻഡിൽ ഇവർ നിശ്ചയിച്ചിരിക്കുന്ന ഫ്രീക്വൻസി ലെവല് 5Gക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതിനും ഫ്രീക്വൻസി ആവശ്യമാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു ബാൻഡായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് അറിയാലോ, കാറ്റഗറി ആയിട്ട് ഫ്രീക്വൻസിയിലെ ബാൻഡുകളാക്കി തിരിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഈ ലോ ബാൻഡിൽ നമ്മളിട്ടൊരു പേരാന്ന് കൂട്ടിക്കോ. അപ്പോൾ ഈ ലോ ബാൻഡിൽ നമുക്ക് ഫ്രീക്വൻസി ഇന്ത്യയിൽ അലൗഡ് ആയിട്ടുള്ളത് ഈ ലോ ബാൻഡിൽ വരുന്നത് 0.6 0 കൂട്ടില്ല 0.6 GHz മുതൽ 0.85 GHz ഇടയിലാണ്. ചിലർ പറയുന്നുണ്ട് 0.7 ആണ് എന്നും പറയുന്നുണ്ട്. അതായത് 0.6 മുതൽ 0.7 വരെയാണ് എന്നും ചിലർ പറയുന്നുണ്ട്. 0.6 മുതൽ 0.85 ആണ്. എനിക്ക് കൂടുതൽ തോന്നുന്നത് 0.6 GHz മുതൽ 0.85 GHz ഇടയിലാണ് ലോ ബാൻഡ് എന്ന 5G ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇടയിലുള്ള ഏത് ബാൻഡ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സേവനത്തിനായിട്ട് 5G പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, 5G സംരക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട്, 5G സിഗ്നലുകൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു ബാൻഡിൻ്റെ പ്രത്യേകതകളും പോരായ്മകളും, അതായത് ഈ ഒരു ബാൻഡിൻ്റെ പ്രത്യേകത പറയാം. ഈ ഒരു 5G ബാൻഡ് നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള 0.6നും 0.85നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി നമ്മൾ ഈ ഒരു 5Gക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഏത് ഫ്രീക്വൻസി നമുക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു ഫ്രീക്വൻസി മാത്രമല്ല, ഇതിൻ്റെ ഇടയിലുള്ള ഏത് ഫ്രീക്വൻസി നമുക്ക് എടുക്കാം. അത് ഞാൻ പറയാൻ വിട്ടുവരാണ്. അപ്പോൾ 0.6 തൊട്ട് 0.85ൻ്റെ ഇടയിലുള്ള ഏത് ഫ്രീക്വൻസിയും നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഏത് ഫ്രീക്വൻസി നമ്മൾ എടുക്കുകയാണെങ്കിലും ആ ഒരു ഫ്രീക്വൻസി നമ്മൾ ഇപ്പോൾ ഒരു 5Gക്ക് വേണ്ടി യൂസ് ചെയ്തെങ്കിൽ അത് ലാർജ് ഏരിയ കവറേജ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഒരുപാട് ഏരിയയിലേക്ക് അതിൻ്റെ ലോങ് ആയിട്ട് നമുക്ക് ആ 5G സേവനം എത്തിക്കാൻ കഴിയും. ഒറ്റ കവർ വെച്ച് നമുക്ക് ഒരു
ലാർജ് ആയിട്ടുള്ള ഒരു പ്രദേശം നമുക്ക് 5G സേവനത്തിൻ്റെ 5G സിഗ്നലിൻ്റെ ഇടയിൽ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 5G സേവനം എന്ന് പറയുന്നത് വളരെ അപര്യാപ്തമായ സ്പീഡേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നെറ്റ് സ്പീഡാണ് നമുക്ക് മികച്ചതായി നിൽക്കുന്നത്. അപ്പോൾ നെറ്റ് സ്പീഡ് വളരെ കുറഞ്ഞ ലെവലിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏകദേശം നെറ്റ് സ്പീഡ് ഒരു 30 Mbps ഒരു 250 Mbps MB/സെക്കൻഡ് ആണ്. Mbps എന്ന് പറയുന്നത് MB/സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ പെർ സെക്കൻഡ്, അതായത് MB/സെക്കൻഡ്, അത് ഒരു സെക്കൻഡിൽ 30 MBക്കും 250 MBക്കും ഇടയിലുള്ള സ്പീഡ്. അപ്പോൾ 30 MB തൊട്ട് 250 MB എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏത് MB വേണമെങ്കിലും പെർ സെക്കൻഡിൽ വരാട്ടോ. 250 വരെ കിട്ടുമെന്ന് പറയുമ്പോൾ 250 കിട്ടും എന്ന് യാതൊരു ഉറപ്പില്ല. എനിക്ക് തോന്നുന്നു 50-60 MB കിട്ടിയാൽ കിട്ടി പെർ സെക്കൻഡിൽ. അതായിരിക്കും ഈ ഒരു ഫ്രീക്വൻസി എടുക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം. അതായത് സ്പീഡ് കുറവായിരിക്കും, ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും, ഒരു ഗുണമായിട്ട് വരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പോരായ്മയും മറ്റൊന്ന് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും എന്ന് പറയുന്നത്. പിന്നെ ഈ ലോ ബാൻഡ് എടുത്ത് പറയുന്ന മറ്റു പ്രത്യേകിച്ച് ഇത് ചെറിയ സാധാരണ നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന ടവറിൽ തന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ ടവർ ചിലവ് പുതുതായിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 50% നമ്മൾ കൊച്ചു ഇന്ത്യയിൽ ഈ ഒരു വികസന ഇന്ത്യയിൽ ഒരു പക്ഷേ 50% ഈ ഒരു ബാൻഡ് ആയിരിക്കാം 5Gക്ക് നമ്മൾ ചൂസ് ചെയ്യാന്ന്. ഒരു 50% ഉള്ളൂ കേട്ടോ, ഉറപ്പില്ല. പകുതി 50-50 ചാൻസാണ് വരാൻ ചാൻസ് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു. ജിയോയ്ക്ക് വേണമെങ്കിൽ 3 ബാൻഡും കൊണ്ടുവരാൻ സാധിക്കും. ലോയും മിഡും ഹൈയും കൊണ്ടുവരാൻ ഒരു പക്ഷേ ജിയോ കമ്പനിക്ക് സാധിക്കും. രണ്ടാമത് ഞാൻ പറയുന്നത് മിഡിൽ ബാൻഡാണ്. മിഡ് ബാൻഡിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. നമുക്കറിയാം 4G ഏത് ബാൻഡാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. 4G ഞാൻ പറയുന്നു, 4G ഒരു 2.7 GHz താഴെയുള്ള ഏതും വേണമെങ്കിൽ നമുക്ക് 4G ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ 2.7 GHz താഴെയുള്ള ഏത് ഫ്രീക്വൻസി വേണമെങ്കിലും ഇതിൻ്റെ ഇടയിൽ നമുക്ക് 4G ആയിട്ട് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. അതിനെപ്പറ്റി വേറെ സംസാരിക്കാം. അതിനെപ്പറ്റി വേറെ ഒരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. അത് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. അപ്പം ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അതിനെപ്പറ്റി വേറെ ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഒരു മിഡ് ബാൻഡിൽ വരുന്ന 5G മിഡ് ബാൻഡിൽ വരുന്ന ഫ്രീക്വൻസികളാണ് ഈ പറയാൻ പോകുന്നത്. 5G മിഡ് ബാൻഡിൽ വരുമ്പോൾ ഏകദേശം 2 GHz ഏകദേശം ഒരു 2 GHz 6 GHz ഇടയിലാണ്. അതായത് 2000 MHz 6000 MHz ഇടയിലായിരിക്കും നമ്മുടെ മിഡ് ബാൻഡിലുള്ള 5G ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത്. ഈ 2നും 6നും എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക സാറ്റലൈറ്റ് പൂർണ്ണമായും ഈ 2 ഫ്രീക്വൻസികളുടെ ഇടയിലാണ് സാറ്റലൈറ്റുകളിൽ സി ബാൻഡ് സിഗ്നൽസ് ഫ്രീക്വൻസികൾ ചാനലുകളൊക്കെ സംരക്ഷണം നടക്കുന്നത്. അവരെ ഇത് ബാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മിഡ് ബാൻഡിൻ്റെ പ്രശ്നം. ഇതിൻ്റെ കവറേജ് നോക്കുകയാണെങ്കിൽ ലോ ബാൻഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം കവറേജ് മിഡ് ബാൻഡിൽ ലഭിക്കില്ല. ഒരു മീഡിയം ഏരിയ കവറേജ് ആയിരിക്കും. ലാർജ് ഏരിയ ആണ് മറ്റത് ലോ ബാൻഡ് ഉണ്ടായിരിക്കും. ഒരു മീഡിയം ഏരിയ കവറേജ് ആയിരിക്കും. പക്ഷേ മീഡിയം ഏരിയ കവറേജ് ആണെങ്കിലും ഉള്ള കവറേജ് ഉള്ള ഏരിയയിൽ ഹൈ സ്പീഡിലായിരിക്കും. അതായത് ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ മീഡിയം സ്പീഡ് വേണമെങ്കിൽ പറയാം. ഹൈ സ്പീഡ് millimeter വേവിന് മാത്രമേ ഉള്ളൂ. ഒരു മീഡിയം സ്പീഡിലായിരിക്കും നമുക്ക് എന്ത് ലഭിക്കുക, ഇന്റർനെറ്റ് ലഭിക്കുക. അപ്പോൾ ഈ സ്പീഡിൻ്റെ പറയുമ്പോൾ ഏകദേശം ഒരു 100 MB/സെക്കൻഡ് മുതൽ 900 MB, അതായത് ഒരു GB അടുത്ത് വന്നിട്ടുണ്ട്. 900 MB/സെക്കൻഡ് 900 Mbps 100 Mbps ഇടയിലായിരിക്കും ഇതിൻ്റെ സ്പീഡ് ഉണ്ടാകുക. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റിയാണ് മിഡ് ബാൻഡിനെ സംബന്ധിച്ച്. അത് അധികം ചിലവുമില്ല. പഴയ ടവറിൽ തന്നെ സ്ഥാപിക്കുകയും ചെയ്യാം. എന്നാൽ അധികം ഏരിയ കവർ ചെയ്യാനും കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട്. ഈ 5G സേവനം കൊണ്ട് നമുക്ക് ആ കിട്ടിയ ഗുണം മുതലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബാൻഡ് കൂടുതലും 5Gക്കായിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നീക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ബാധിക്കുന്നത് നമ്മുടെ സി ബാൻഡ് സാറ്റലൈറ്റ് ചാനലുകളെയാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് മുഴുവൻ. ചിലവില്ലാതെ തട്ടിക്കൂട്ട് വരാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അധികം ചിലവില്ലാതെ ഇത് നടത്തിക്കൊണ്ട് പോകാം. ലോ ബാൻഡിൻ്റെ സെയിം ചിലവിന് കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിഡ് ബാൻഡ് നമുക്ക് നടത്താം. പക്ഷേ നേരെ മറിച്ച് ഹൈ ബാൻഡ് ആയാൽ millimeter വേവ്സ് ലാർജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ അത് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോർമൽ ടവർ തന്നെ നമുക്ക് സ്ഥാപിക്കാം. അതിന് സ്പെഷ്യൽ ടവർ ഒരു 80% ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉള്ളത് മിഡ് ബാൻഡിലുള്ള 5G സേവനങ്ങളായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അനുമാനം. മൂന്നാമതായി നമുക്ക് പറയേണ്ടത് ഹൈ ബാൻഡാണ്. ഹൈ ബാൻഡിൽ വരുന്നത് millimeter വേവ്സിലായിരിക്കും ഇതിൽ ഫ്രീക്വൻസികൾ സഞ്ചരിക്കുക. അപ്പോൾ ഇനി millimeter വേവ്സ് വേണമെങ്കിൽ ഇതിന് ഒരു പേര് കൊടുക്കാം. അപ്പോൾ ഹൈ ബാൻഡിൽ വരുന്നത് ഏകദേശം 24 GHz മുതൽ 100 GHz ലാർജ് സ്പേസ് ആണ് കിടക്കുന്നത്. 24 GHz തൊട്ടിട്ട് 100 GHz വരെ ലാർജ് സ്പേസ് ആണ് ഈ millimeter വേവിനുള്ളത്. അപ്പോൾ ഈ ഹൈ ബാൻഡിൽ 24 GHz മുതൽ 100 GHz ഏത് ഫ്രീക്വൻസി വേണമെങ്കിലും ഈ ഒരു millimeter വേവിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. പക്ഷേ
ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മില്ലിമീറ്റർ വേവ്സിൽ നമ്മൾ ബാൻഡ് വീഴത്തിൽ നമ്മൾ ഈ 5G7 നമുക്ക് ഉറപ്പ് വരുത്തുമ്പോൾ ഇത് കുറച്ച് ഏരിയയിൽ നമുക്ക് ഈ ഒരു ടവറിൽ നിന്ന് കുറച്ച് ഏകദേശം 200 മീറ്റർ അകലത്തിൽ വരെയുള്ള ഏരിയയിലേക്ക് ഇതിൻ്റെ ഒരു ബീം, ഇതിൻ്റെ ഒരു കവറേജ് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ മില്ലിമീറ്റർ വേവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 200 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഇലക്ട്രിക് പോസ്റ്റ് പോലെ ആ ഒരു അകലത്തിൽ ഇങ്ങനെ ടവർ സ്ഥാപിക്കേണ്ടി വരും. നമ്മുടെ നാടുകൾ റോഡ് സൈഡിൽ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലേ, ആ രൂപത്തിൽ 200-300 മീറ്റർ അകലത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ നാട്ടിയ പോലെ ഇതിൻ്റെ ടവറുകൾ സ്ഥാപിക്കേണ്ടി. അപ്പോൾ ഒരുപാട് ടവറുകൾ ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഈ ടവറിൻ്റെ ചിലവ് കൊണ്ട് തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ഒരു കമ്പനി ജിയോയ്ക്ക് സാധിക്കും. ജിയോയ്ക്ക് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയാണ് ചെയ്യുക. അപ്പോൾ ജിയോയ്ക്ക് ഒരു പക്ഷേ ഇന്ത്യയിൽ മൊത്തം കൂണ് പോലെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കൂണ് പോലെ ടവറുകൾ സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ ആ മില്ലിമീറ്റർ വേവ്സിൻ്റെ ടവർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സാധിക്കണമെങ്കിൽ ജിയോയ്ക്ക് ഒരു പക്ഷേ സാധിച്ചേക്കാം. അപ്പോൾ അത്രയും രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടവർ സ്ഥാപിക്കേണ്ടി വരും. 200 മീറ്റർ അകലത്തിൽ ഓരോ ടവറും ഈ ഓരോ അകലത്തിലുള്ള 200 മീറ്റർ 200 മീറ്റർ കവറേജ് അതിൻ്റെ അപ്പുറത്തേക്ക് 100 മീറ്റർ എടുത്തിട്ട് വേണം ടവർ സ്ഥാപിക്കാം. അപ്പം 300 മീറ്റർ അകലത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടവറുകൾ സ്ഥാപിക്കേണ്ട ഒരു അവസ്ഥ വരും ഓരോ ഏരിയയിലും. അപ്പോൾ ഒരുപാട് ടവർ വേണം. പക്ഷേ ഈ ടവറിന് ഒരു പ്രത്യേകത ഉണ്ട്, ഈ ടവർ അധികം ഹൈറ്റിലേക്ക് പോകാൻ പാടില്ല. വലിയ നമ്മൾ പണ്ടത്തെ മൊബൈൽ ടവർ പോലെ വലിയ ടവറാക്കി ഇത് സ്ഥാപിക്കാൻ പറ്റില്ല. ഈ ടവറിന് മാക്സിമം പോയ ഇലക്ട്രിക് പോസ്റ്റിനെക്കാട്ടി 1 മീറ്റർ അകലം അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിനെക്കാട്ടി ഒരു 1.5 മീറ്ററോളം ഹൈറ്റേ പാടുള്ളൂ. അതെന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മില്ലിമീറ്റർ വേവ്സ് ഹൈ പവർഫുൾ ഫ്രീക്വൻസി ആണെങ്കിലും ഈ ഫ്രീക്വൻസി ഡയറക്റ്റ് നമ്മുടെ ഫോണിലേക്ക് എത്തുകയാണെങ്കിൽ നല്ല പക്കാ ക്ലിയർ സ്പീഡ് കിട്ടും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു മരമോ ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി ശുഷ്കിച്ചു പോകും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് അടുത്തടുത്ത് ടവറുകൾ വെച്ചിട്ട് ഇതിൻ്റെ പവർ വർദ്ധിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം അതാണ്. അതിൻ്റെ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്തടുത്തുള്ള ഈ ടവറുകൾ മില്ലിമീറ്റർ വേവ്സ് 5G ബാൻഡ് വിഡ്ത്ത് സേവനം ഉപയോഗിക്കുന്നത്. ദാതാക്കളോ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ഈ ഒരു ടവർ സ്ഥാപിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു സ്മോൾ ഏരിയ കവറേജ് ആണെന്ന് പറഞ്ഞു. 200 മീറ്ററിനുള്ളിൽ മാത്രമേ ബീമുള്ളൂ. അപ്പോൾ അത് 200 മീറ്റർ ഇടവിട്ട് അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഓരോ പോസ്റ്റുകൾ ഓരോ നാട്ടിലും 10-300 പോസ്റ്റുകൾ ഒരു നാട്ടിൽ വേണ്ടി വരും. അത് പറഞ്ഞു. അപ്പോൾ ലാർജ് അതായത് പോസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടവറുകളെയാണ് ഉദ്ദേശിച്ചത്. ടവറുകൾ എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റിൻ്റെ വലിപ്പമേ പാടുള്ളൂ. അതുകൊണ്ടാണ് പോസ്റ്റുകൾ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ സ്പീഡ് പറയുകയാണെങ്കിലും അത് മാത്രമാണ് ഇതിൻ്റെ എടുത്തു ഒരു ക്വാളിറ്റി. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഫോണിൽ ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ അപാര സ്പീഡായിരിക്കും. അപാര സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 1 GB per second തൊട്ടിട്ട് ഒരു 3 GB per second. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള GB 1 GB per second തൊട്ടിട്ട് 3 GB per second വരെ ഇടയിലുള്ള ഏത് അളവിലുള്ള GB per second നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡാണ് പറയുന്നത്. സെക്കൻഡിൽ 1 GB 2 GB 3 GB ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഇടയിലുള്ള MB പെർ സെക്കൻഡിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെയുള്ള സ്പീഡ് ലഭിക്കുക എന്ന് പറയുമ്പോൾ അപാരമല്ലേ? ചിന്തിച്ചു നോക്കും. അതാണ് എൻ്റെ എടുത്തു പറയേണ്ട ഗുണമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണിയെടുക്കുമ്പോൾ നമുക്കുള്ള സ്പീഡ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ മില്ലിമീറ്റർ വേവ്സിലൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് 5G റീചാർജ് ചെയ്യേണ്ട പ്ലാനുകളുടെ റേറ്റ് ഒരു പക്ഷേ ഹൈ റേറ്റിലായിരിക്കാം. ഒരു 1000-1500 ഒക്കെ വരുമായിരിക്കും ഒരു മാസത്തേക്കോ, അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ ഒരു 1500 രൂപയ്ക്ക് വരുമായിരിക്കും മൊബൈൽ റീചാർജ്. അങ്ങനെ പ്രശ്നത്തുണ്ട്. പറഞ്ഞു ഇതിനെ ചെറിയൊരു ബിൽഡിങ്ങോ ചെറിയൊരു മറയോ ഒരു വൃക്ഷമോ ഒക്കെ ഇതിനെ കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ റേഞ്ച് കുറവും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഹൈ സ്പീഡ് നെറ്റ് യൂസ് ചെയ്യാനൊക്കെ ഈ മില്ലിമീറ്ററിൽ കഴിയുന്ന കാര്യം ഇതായിരിക്കും. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ തീരെ റേഞ്ച് ഉണ്ടാവില്ല. വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഭിത്തിക്ക് പുറത്തേക്ക് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നല്ല സ്പീഡിൽ മില്ലിമീറ്റർ വേവ്സിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഇത് ചെറിയ തടസ്സങ്ങൾ വരെ ഇതിൻ്റെ റേഞ്ചിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പണച്ചെലവ് വളരെ കൂടുതലാണ്. ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, പണച്ചെലവ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇത് വരാനുള്ള ചാൻസ് വെറും 20% മാത്രം. 20% ജിയോക്ക് മാത്രമേ സാധിക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ 20% മാത്രമേ ഇത് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഇനി ഇന്ത്യയിൽ ഗവൺമെൻറ് ഈ മൊബൈൽ കമ്പനികൾക്ക് 5G സേവനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ലെവൽ ഒരു ബാൻഡ് വിഡ്ത്ത് കൊടുത്തിരുന്നു, ഫ്രീക്വൻസി ലെവൽ കൊടുത്തിരുന്നു. ഏകദേശം 0.7 GHz മുതൽ 3.6 GHz വരെയാണ് ഗവൺമെൻറ് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത ഫ്രീക്വൻസി പരിധി ലെവൽ ബാൻഡുകൾ. ആ ഒരു ലെവലിനിടയിലാണ് വരുന്നത്. അപ്പോൾ എയർടെലൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് ലഭിച്ചു. അതൊരു മിഡ് ബാൻഡ് ലെവലിലുള്ള ഫ്രീക്വൻസിയാണ് എയർടെൽ ടെസ്റ്റ് ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞു. കൂടുതലും 3.5 GHz ആണ് എയർടെൽ യൂസ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് N78 ബാൻഡുള്ള ഫോണുകളൊക്കെ അവർക്ക് അത് ലഭിക്കുകയും ചെയ്തിരുന്നു. മെട്രോ സിറ്റികളിലാണ് അവർ ടെസ്റ്റ് നടത്തുക. കുറഞ്ഞ ഏരിയയിലേക്കായിരിക്കും നമ്മൾ ടെസ്റ്റിംഗ് മാത്രമാണ് ടെസ്റ്റ് നടത്തുക. പക്ഷേ ജിയോ അവരുടെ ലാബിൽ വെച്ചിട്ട് മില്ലിമീറ്റർ വേവ്സ് പരിശോധിച്ചു എന്നറിയാൻ കഴിഞ്ഞു. അവർക്ക് 1 GB per second ആണ് അതിന് സ്പീഡ് അവർക്ക് ലഭിച്ചത്. 1 GB ആണ് പെർ സെക്കൻഡിൽ അവർക്ക് സ്പീഡ് ലഭിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മില്ലിമീറ്റർ വേവ്സ് ആയിരിക്കാം. ജിയോ അവരുടെ ലാബിൽ വെച്ചാണ് ടെസ്റ്റ്. അപ്പോൾ ലാബിൽ വെച്ച് നടത്തുമ്പോൾ ചെറിയ ഏരിയ ആയിരിക്കും. അപ്പോൾ 100-200 മീറ്റർ. അപ്പോൾ അത് ഒരു പക്ഷേ മില്ലിമീറ്റർ വേവ്സ് ആണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ജിയോ അതും നടത്തിയിരുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്
ടെസ്റ്റിംഗ് നടന്നു എന്നുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിൽ 5G ലഭിക്കണമെന്ന് ഒരു ഉറപ്പില്ല. കാരണം ഈ കമ്പനികളൊക്കെ ഒന്ന് സെറ്റായി ഇതൊക്കെ ഇപ്പോൾ നമുക്ക് നിലവിൽ 4G പോലെ മര്യാദ ഒരു കവറേജ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് 5G. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഒന്ന് തുടങ്ങിയതൊന്ന് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ സേവനം നിങ്ങൾക്ക് ഒരു 7-8 വർഷത്തിനിടയിലേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും വർഷം നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ്. മിനിമം ഒരു ജിയോ ചാനലിൽ എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 5 വർഷമെങ്കിലും വരും. 5 വർഷമെങ്കിലും മിനിമം വരും 5Gയുടെ ചെറിയ നാമ്പുകളെങ്കിലും നമ്മുടെ നാടുകളിൽ എത്താനായിട്ട്. മെട്രോ സിറ്റികളായിരിക്കും ആദ്യം അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എത്തണമെങ്കിൽ ഏകദേശം ഒരു 5-8 വർഷം എങ്കിലും എടുക്കും 5G എത്താനായിട്ട്. അപ്പോൾ അത്രയും കാലം നമുക്ക് സി ബാൻഡ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സി ബാൻഡ് ചാനലുകളാണ് സി ബാൻഡ് ഫ്രീ ടു എയർ ചാനൽ. സി ബാൻഡ് സൗജന്യമായി നൽകുന്ന ഫ്രീ ടു എയർ ചാനലുകൾ ഏകദേശം ഒരുപാട് ചാനലുകൾ പല സാറ്റലൈറ്റുകളായിട്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ടത് പെയ്ഡ് അല്ലാത്ത, അതായത് പെയ്ഡ് ചാനലുകൾ, പേ ചാനലുകൾ എന്ന് പറയും. പെയ്ഡ് ചാനലുകൾ അല്ലാത്ത എല്ലാ മലയാളം ചാനലുകളും, അതായത് ഈ സെപ്പറേറ്റ് ചാനലുകൾ വാടക കൊടുക്കാത്ത എല്ലാ ചാനലുകളും ഫ്രീ ടു എയർ മലയാളം ചാനലുകളാണ്. അമൃത TV, കൈരളി ടെലിവിഷൻ, അങ്ങനെ പോവുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ്, ഒരുപാട് ചാനലുകൾ, ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഒട്ടുമിക്കത്, കൗമുദി, മംഗളം, മനോരമ, മഴവിൽ മനോരമ ഒക്കെ ഈ ഫ്രീ ടു എയർ. അപ്പോൾ അതൊക്കെ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതിൽ ചെറിയൊരു ഫ്രീസിങ് ഒരു പക്ഷേ 5G വരുന്നത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇനി പറയുന്നത്. ഈ മിഡ് ബാൻഡിൽ വരാൻ ചാൻസ് ഏറെയാണെന്ന് പറയാനുള്ള മറ്റൊരു കാര്യം, നമുക്കറിയാം യൂറോപ്യൻ കൺട്രികളിൽ അവിടെ അലോക്കേറ്റ് ചെയ്ത് നമുക്കറിയാം ഒരു 3.2 GHz മുതൽ 3.8 GHz വരെയാണ് 5Gക്ക് യൂറോപ്യൻ കൺട്രികളിൽ അലോക്കേറ്റ് ചെയ്തതും അവർ യൂസ് ചെയ്യുന്നതും. ആ ഒരു ലെവൽ GHz ഫ്രീക്വൻസികൾക്കിടയിലാണ്. അത് 3.2 മുതൽ 3.8 വരെയാണ് യൂറോപ്യൻ കൺട്രി. ഇന്ത്യയിൽ വരണമെന്നില്ല, ഞാൻ പറയുകയാണ്. ലോകത്ത് ഒന്നാകെ അവർ ലാഭം കൊയ്യുന്നത് അവർ നിശ്ചയിച്ചിരിക്കും. അപ്പോൾ എന്നും കാണാതെ അവരിത് നിശ്ചയിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പം അവർ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഒരു ഫ്രീക്വൻസി ബാൻഡ് കൊടുത്തിൻ്റെ ഇടയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതേ ഒരു ഫോർമുല തന്നെ ഇന്ത്യയിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ അത്രമേൽ കാര്യക്ഷമതയും ഗുണമേന്മയും ചെലവ് കുറവും ഒക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് അവരുടെ നാട്ടിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെയും കൊണ്ടുവരാം എന്നായിരിക്കാം നമുക്കൊരു പക്ഷേ ഈ ഗവൺമെൻറ് തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ സി ബാൻഡ് സാറ്റലൈറ്റ് ചാനലുകൾ നല്ലപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. 3.5 GHz ആണ് N78 ബാൻഡ് ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. N78 ബാൻഡ് ഫോണുകളിൽ 3.5 GHz സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ N78 ബാൻഡ് ഉള്ള ഫോണുകൾ യൂറോപ്പിൽ അവർക്ക് 5G സേവനങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നതാണ്. N78 ബാൻഡ് ഉള്ള ഫോൺ നിങ്ങൾ യൂറോപ്പിൽ കൊണ്ടുപോവുകയാണെങ്കിൽ യൂറോപ്പിൽ 3.2 മുതൽ 3.8 വരെ ബാൻഡ് വിഡ്ത്തിലാണ് ഇടയിലുള്ള ബാൻഡ് വിഡ്ത്തിലാണ് 5G ലഭിക്കുകയാണ്. അപ്പോൾ N78 3.5 ഉൾപ്പെടുന്നത് കൊണ്ട് അവർക്ക് എന്ത് ലഭിക്കുന്നു, 3.5 ഉള്ള N78 ബാൻഡ് ഉള്ളത് കൊണ്ട് 3.5ലാണ് അവർ അവിടെ 5G സേവനം ഉൾപ്പെടുത്തിയത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ 5G N78 ബാൻഡ് ഫോണുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്കറിയാം കൂടുതൽ ബാൻഡുകൾ നമ്മുടെ ഫോണുകളിൽ, നമുക്കറിയാം ഫോണുകളിൽ ബാൻഡുകൾ ഡിഫറെൻറ്റ് ബാൻഡ് പേരുകളാണ് ഫോണുകളിൽ കൊടുത്തിരിക്കുന്നത്, ബാൻഡ് പേരുകളാണ്. അപ്പോൾ കൂടുതൽ ബാൻഡുകൾ ഈ ഫോണിലേക്ക് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് ഓരോ ബാൻഡിനും റോയൽറ്റി അധികമായി കൊടുക്കേണ്ടി വരും. ഓരോ ബാൻഡുകൾ അധികമായി നമ്മുടെ ഫോണിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഓരോ സ്മാർട്ട് ഫോൺ കമ്പനികളും റോയൽറ്റി അധികമായിട്ട് പണം അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് ചുരുങ്ങിയ ബാൻഡുകൾ മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ ഏരിയയിലുള്ള കവറേജ് നോക്കിയിട്ടുള്ള ബാൻഡുകൾ മാത്രമായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ അലോ ചെയ്യുന്ന സ്മാർട്ട് ഫോണുകൾ ലഭിക്കും. അപ്പോൾ 1-2 ബാൻഡുകൾ മാത്രമായിരിക്കും ഇന്ത്യയിലേക്ക് ലഭിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ ലഭിക്കുക. യൂറോപ്യൻ കൺട്രികൾ ഒരുപാട് ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നിൽ കൂടുതൽ ബാൻഡുകളുള്ള ഈ ഫോണുകൾ അവിടെ ഇന്റർനാഷണൽ ബേസിൽ അവർ സ്മാർട്ട് ഫോണുകൾ ഇറക്കും. പക്ഷേ ഇന്ത്യയിലേക്ക് 1-2 ബാൻഡുകൾ ഇറക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇന്ത്യയിലേക്കുള്ള ബാൻഡ് ഏതാണെന്ന് നോക്കിയിട്ട് മാത്രമേ അവർക്ക് ഇന്ത്യയിൽ ടോട്ടൽ പറയുകയാണെങ്കിൽ മൊത്തം 29 ബാൻഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് കീഴിൽ അലോക്കേറ്റ് ചെയ്തത്. 29 മൊബൈൽ ബാൻഡുകളെ പേരാണ് പറയുന്നത്. 29 മൊബൈൽ ബാൻഡുകളാണ് ഇന്ത്യയിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 5Gക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫോണുകളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 മാത്രമാണ് 29-ൽ 3 മാത്രമാണ് മില്ലിമീറ്റർ വേവ്സ് ബാൻഡുകളായിട്ട് അറിയപ്പെടുന്നത്. മില്ലിമീറ്റർ വേവ്സ് ബാൻഡുകളായിട്ട് 3 മാത്രമേ ഉള്ളൂ 29-ൽ. അപ്പം 29-ൽ 3 പോയാൽ അത്രയേ ഉള്ളൂ നമുക്ക് മീഡിയം ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്.
അതിൽ 3 മാത്രമാണ് മില്ലി. അപ്പോൾ തന്നെ നമുക്ക് മില്ലിമീറ്റർ വേവ് വരാനുള്ള ചാൻസ് വളരെ ഇന്ത്യയിൽ കുറവാണെന്നാണ് ഈ ഒരു ഇന്ത്യയിൽ അലോക്കേറ്റ് ചെയ്ത ബാൻഡ് വിഡ്ത്തിൽ കൂടുതലും മില്ലിമീറ്റർ വേവിൻ്റെ മുകളിലേക്കുള്ളതാണ് കൂടുതലും വരുന്നത്. അപ്പോൾ വെറും 3 മാത്രമാണ് മില്ലിമീറ്റർ. അപ്പോൾ ടോട്ടൽ 29 വരുന്നതെങ്കിൽ വെറും അതിൽ 3 മാത്രമാണ് മില്ലിമീറ്റർ. അപ്പോൾ മില്ലിമീറ്റർ വേവ് വരാൻ ഇന്ത്യയിൽ ചാൻസ് വളരെ കുറവാണെന്ന് ഈ ഒരു ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തുവിട്ട ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു മില്ലിമീറ്റർ വേവ്സ് ആ 3 ബാൻഡ് വിഡ്ത്ത് ഇന്ത്യയിൽ അലോക്കേറ്റ് ചെയ്താൽ ജിയോയ്ക്ക് മാത്രമേ ഒരു പക്ഷേ അത് വികസിപ്പിച്ചെടുത്ത് ഇന്ത്യയിലേക്ക് അത് മില്ലിമീറ്റർ വേവ്സിലുള്ളത് സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത് കാരണം അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനിക്ക് മാത്രമേ അറിയാം. എയർടെലിനോ മറ്റുള്ള കമ്പനി കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. എയർടെൽ VI അത്തരം കമ്പനികൾ BSNL ഒക്കെ കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഈ ഒരു മില്ലിമീറ്റർ വേവ്സിലുള്ള ഒരു 5G സേവനം നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ ജിയോയ്ക്ക് നമ്മുടെ ജിയോയുടെ മുൻകാലത്തെ ബിസിനസ് നോക്കിയിട്ട് ഒരുപാട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് പുറം നാടുകളിൽ നിന്നൊക്കെ ജിയോയ്ക്ക് വന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ അവരുടെ കയ്യിൽ പൂത്ത കാശ് ഉണ്ടാകും. പക്ഷേ അവർക്ക് ഇന്ത്യയിൽ ഒരു പക്ഷേ മില്ലിമീറ്റർ വേവ്സ് കൊണ്ടുവരാൻ സാധിച്ചേക്കാം, ഒരു ചാൻസാണ്. അതുകൊണ്ടായിരിക്കും ഒരു 3% ഇന്ത്യയിൽ അതിനൊരു സ്പേസ് കൊടുത്തത്. ബാക്കി 95% മറ്റുള്ള ബാൻഡ് വിഡ്ത്താണ് വരുന്നത്. മീഡിയം ലോ ബാൻഡ് വിഡ്ത്താണ് വരുന്നത്. ഹൈ ബാൻഡ് 3% മാത്രമേ ഉള്ളൂ എന്ന് ഈ റിപ്പോർട്ടിൽ മനസ്സിലാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഫോണുകൾ സപ്പോർട്ട് ചെയ്യുന്ന ബാൻഡുകളും അതിൻ്റെ ഫ്രീക്വൻസി ലെവലാണ്. ഓരോ ഫോണുകൾക്കും 5G കണക്ടിവിറ്റിക്ക് ഓരോ ബാൻഡിന് പേരാണ് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഫോണുകളിൽ 5G കണക്ടിവിറ്റി ബാൻഡ് കാണിക്കുന്നത് N7 എന്നാണ് പേര്. N7 ബാൻഡ് എന്നാണ് കാണുന്നതെങ്കിൽ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2.5 GHz മുതൽ 2.57 GHz ആയിരിക്കും. നിങ്ങളുടെ ഫോണിൽ N38 എന്ന ബാൻഡ് പേരാണ് കാണുന്നതെങ്കിൽ ആ ബാൻഡിൽ സപ്പോർട്ട് ചെയ്യുക 2.57 GHz മുതൽ 2.62 GHz വരെ ആയിരിക്കും. നിങ്ങളുടെ ഫോണിൽ N77 ബാൻഡ് എന്നാണ് കണക്ടിവിറ്റിയിൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3.3 GHz മുതൽ 3.3 GHz മുതൽ 4.2 GHz വരെ ആയിരിക്കും. അതുപോലെ N78 ബാൻഡാണ് നിങ്ങളുടെ ഫോണിൽ കണക്ടിവിറ്റി ആയിട്ട് കാണുന്നതെങ്കിൽ N78 ബാൻഡാണ് നിങ്ങളുടെ ഫോണിൽ കണക്ടിവിറ്റി ആയി കാണുന്നതെങ്കിൽ 3.3 GHz മുതൽ 3.8 GHz വരെ ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ N79 ബാൻഡാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4.4 GHz മുതൽ 5 GHz വരെയായിരിക്കും നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രീക്വൻസി. ഈ 5G ഫ്രീക്വൻസിയാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ലെവലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചില ഫോണിൽ N7 ഉണ്ടാവും, N38 ഉണ്ടാവും, N78 ഉണ്ടാവും. അപ്പോൾ ഇത് അളവ് കൂടുതലനുസരിച്ച് ചില ഫോണിൽ N78 മാത്രമായിരിക്കും നിങ്ങളുടെ 5G സേവന കണക്ടിവിറ്റി ബാൻഡായിട്ട് ഉണ്ടാവുക. ചില ഫോണുകൾ ഇതിൽ ഒന്നും കൂടുതൽ. അപ്പോൾ N79, N78, N77, N38, N7 ഒക്കെ ചില ഫോണുകൾ. അപ്പോൾ അത്തരം ബാൻഡ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോ ബാൻഡിനും ഞാൻ പറഞ്ഞ ലോയൽറ്റി അധികമായി ഓരോ സ്മാർട്ട് ഫോൺ കമ്പനികളും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തുള്ള വരാൻ സാധ്യതയുള്ള ഫ്രീക്വൻസി 1-2 മാത്രമായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കുന്ന ഫോണുകളിൽ ബാൻഡ് ആയിട്ട് അലോ ചെയ്യുക. നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് ആ ഫോൺ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടുത്തെ 5G ഏത് ബാൻഡാണ് എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഒരു പക്ഷേ ആ ഒരു ബാൻഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ ഏത് ബാൻഡാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് ആദ്യം അറിയുക. ആ ബാൻഡിനുള്ളിൽ വരുന്ന ഫോണുകൾ നമ്മൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ VONR സപ്പോർട്ടുള്ള ഫോണും കൂടെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ആ വാങ്ങുന്ന ഫോണുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ ബാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ 5G അവിടുത്തെ ബാൻഡ് വിട്ട് ലിങ്ക് ആക്കി നമുക്ക് ആ ഒരു 5G ആസ്വദിക്കാൻ സാധിക്കും വിദേശ രാജ്യങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ മാത്രം താമസിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ നാട്ടിലെ ബാൻഡ് വിട്ട് നോക്കിയിട്ട് നമുക്ക് ഒരു ഫോൺ ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ ഞാൻ സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഇത്രത്തോളം വിജയിച്ചു എന്നറിയില്ല, എങ്കിലും നിങ്ങൾ സപ്പോർട്ടും പരിപൂർണ്ണ പിന്തുണയും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ചാനൽ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏറ്റുമുട്ടാം. അതിലേക്കും ശുഭപ്രതീക്ഷകൾ, ശുഭചിന്തകൾ നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം അസ്മോൻ ഇന്നത്തേക്ക് വിടവാങ്ങിയാണ്. സൈനിങ് ഓഫ്.